എല്ലാവർക്കും മരണത്തെ ഓർത്തുകൊണ്ട് നമസ്കാരം. നമ്മുടെ മുമ്പിൽ ഉള്ളത് നമ്മുടെ അതിഥി ഡോക്ടർ കെ സുരേഷ് കുമാറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുരേഷ് കുമാർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷേ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കേരളത്തിലെ എന്നല്ല, പിന്നെ കേരളത്തിന് പുറത്തേക്കുമുള്ള ഏറ്റവും വലിയ ഇവിടെ കേരളത്തിലെ സ്ഥാപക ടീമിലുള്ള ആളാണ്. അതിനുശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനാണ് അദ്ദേഹം. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഒരു വിവേകാനന്ദൻ എന്ന പോലെയും ക്രൈസ്റ്റിന് ഒരു സെൻറ്റ് പോൾ എന്ന പോലെയും പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത അല്ലെ ആ നിലയിൽ നമുക്ക് കാണാവുന്ന ഒരാളാണ് ഡോക്ടർ സുരേഷ് കുമാർ. അദ്ദേഹം നമ്മളോട് പറഞ്ഞു തുടങ്ങിയതൊക്കെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചാണ്. സാന്ത്വനം എന്ന വാക്ക് നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൽ നിന്ന്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം പരസ്പരം കൈകോർക്കുക എന്ന ഒരു ശീലത്തിലേക്ക് കേരളത്തിൻ്റെ മനസ്സിനെ കൊണ്ടുപോയതിൽ അദ്ദേഹത്തിനൊരു വലിയ റോളുണ്ട്. അപ്പോൾ സാന്ത്വനം എന്ന വാക്ക് പറഞ്ഞിരുന്നിടത്ത് നിന്ന് പിന്നീട് നമ്മൾ ഡോക്ടറെ കാണുന്നത് മരണത്തെക്കുറിച്ചും പറയുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഈ സാന്ത്വനം എന്നതും മരണം എന്നതും രണ്ട് വ്യത്യസ്ത വിരുദ്ധമായ സങ്കല്പങ്ങളാണ്. വിരുദ്ധമായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചുള്ള. ചില സമയങ്ങളിൽ മരണം തന്നെ സാന്ത്വനമാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ മലയാളിയെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ എന്ന ഇത്, അല്ലെങ്കിൽ കേരളത്തിൽ അതിനപ്പുറത്തും ഏറ്റവും കൂടുതൽ ആളുകളെ മരിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ ആളുകളെ മരിപ്പിച്ചിട്ടുള്ള ഒക്കെ ഒരാൾ, അങ്ങനെ ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഡോക്ടർ സുരേഷ് കുമാർ. എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറെ എപ്പോഴാണ് ഈ സാന്ത്വനം എന്ന ആ അവസ്ഥയിൽ എന്നാൽ ആ ഒരു അവസ്ഥയിലൂടെ മനുഷ്യരെ കടത്തിക്കൊണ്ട് പോയിരുന്ന ഡോക്ടർ എപ്പോഴാണ് ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് തീരുമാനിച്ചത്, അല്ലെ മരണം എന്നതിനെക്കുറിച്ച് ആളുകളോട് പറയേണ്ടതൊരു അത്യാവശ്യമാണെന്ന് ഡോക്ടർക്ക് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്, എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ഹലോ. അപ്പോൾ അത് ഇത് രണ്ടും തമ്മിലൊരു പരസ്പര ബന്ധമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത് ഞാനൊരു 2 സെൻറ്റൻസിൽ ഇതൊരു ചരിത്രം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി കയറും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 32 കൊല്ലം മുമ്പെയാണ് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയർ എന്ന് നിങ്ങൾക്ക് അറിയാനുണ്ടാവും, ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കുറേ കൂടി ഗുണകരമാക്കുക, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, മരണം വരെ അന്തസ്സായിട്ടുള്ള മരണവും ഉറപ്പുവരുത്തുക എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. അനസ്തീഷ്യയിൽ നിന്ന് പാലിയേറ്റീവ് കെയറിലേക്ക് മൂവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതൊരു മെഡിക്കൽ ഇഷ്യൂ മാത്രമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ സെൻസേ വേണ്ടു. അതായത് മരണമോ ജീവിതമോ അല്ലെങ്കിൽ ദീർഘകാല രോഗങ്ങളോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഒരു കമ്പണൻ്റ് ഉണ്ട് അതിൽ. പക്ഷേ അതിൻ്റെ അകത്ത് അതിന് സാമൂഹ്യമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചത് പാലിയേറ്റീവ് കെയർ പഠിക്കുന്നത് പുറത്ത് പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങളിലാണ്. അന്ന് ലോകത്തിലുണ്ടായിരുന്ന അപൂർവം പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങളിൽ ആണ്, UK ഞങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട്, സ്ഥാപനങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കെയറാണ്. നമ്മളിവിടെ അത് നടപ്പാക്കുമ്പം അതിൻ്റെ ഒരു വലിയ മോഡിഫിക്കേഷൻ വരുത്തിയത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ, നാട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ടുള്ള കെയറാണ്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഈ രോഗിക്ക് മനസ്സമാധാനം ഉണ്ടാവുക, രോഗിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ ഉണ്ടാവുക, രോഗിയുടെ ജീവിതം ഗുണകരമാവുക. അതായത് ഇറ്റ് വാസ് ഗുഡ് ക്വാളിറ്റി എന്ന് രോഗി നല്ല രീതിയിലാണെന്ന് രോഗി പറയുന്നൊരു അവസ്ഥ വരണം. ഇതിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ രോഗികളുടെ പ്രധാന ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സാമൂഹ്യ പ്രശ്നങ്ങൾ കേരളത്തിൽ, ഈ രോഗിയുടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ വിപുലമായിട്ട് ഇടപെടുന്ന ആൾക്കാർ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റു 2 മേഖലകൾ നമ്മൾ വൈകാരികവും ആത്മീയവും എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളും. ഇതിലൊരു പ്രധാന ഇഷ്യൂ മരണത്തെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളാണ്. അതായത് നിങ്ങൾ മരണത്തെ ഭയപ്പെടുകയും നിങ്ങൾ മരണത്തെ പറ്റിയുള്ള ഉത്കണ്ഠകളും മരണത്തെ പറ്റിയുള്ള ഒരു മിസ്റ്റിക്
ഫീലിങ്ങും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ മരണത്തെ സമീപിക്കുന്നതെങ്കിൽ മരണം നിങ്ങൾ പാനിക് ചെയ്യുക. അതായത് ബേജാറാവുന്നു. അപ്പം നിങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടും ഈ ഒരു കടമ്പ കടന്നില്ലെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ മരിക്കുന്ന ആൾ മനസമാധാനത്തോടെ മരിക്കുന്നു എന്നൊരു ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പം അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പ്രധാന തടസ്സം നമ്മൾ മനസ്സിലാക്കിയത് ഈ എല്ലാ പ്രദേശത്തും മരണത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഒരു ഡെത്ത് സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാധനം. അതായത് ഒരാൾ അവസാന ഘട്ടത്തിൽ ഒരാൾക്ക് എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ വേണം, ആരൊക്കെ ഇടപെടണം സമൂഹത്തിൽ, മരണത്തിൻ്റെ സമയം എങ്ങനെയായിരിക്കണം, മരണാനന്തരം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സമൂഹത്തിലും. ഇത് ഇപ്പം നിങ്ങളെങ്ങനെ മരിക്കുന്നു അല്ലെങ്കിൽ മരണശേഷം നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുന്നതൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നതല്ല, നിങ്ങളുടെ സിസ്റ്റം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു നഗരത്തിലുള്ള ഒരാൾക്ക് ICUവിൽ കിടന്നുള്ള മരണമാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഇയാൾ ICUവിൽ കൊണ്ടുപോയില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും എന്തുകൊണ്ട് എന്നുള്ള. അപ്പോൾ ഇതിന് ഈ ഡെത്ത് സിസ്റ്റം നമ്മൾ പറയുന്നത് ആചാരങ്ങൾ, നടപ്പ്, നിയമം ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെ ടച്ച് ചെയ്യാതെ നമുക്ക് ഈ പാലിയേറ്റീവ് കെയറിലുള്ള സാന്ത്വനം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നത് പാലിയേറ്റീവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നാണ്. ഈ രോഗികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ വേദനയുണ്ട്, ശാരീരിക വേദനയില്ല, മറ്റേ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു സംവിധാനമുണ്ട്, നാട്ടുകാർ ഇടപെടുന്നുണ്ട്, കമ്പാനിയൻഷിപ്പ് ഉണ്ട്. പക്ഷേ മരണത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു മനസ്ഥിതിയില്ല, അതിനെപ്പറ്റിയുള്ള പേടി പുറത്ത് പറയാൻ ഉള്ള ഒരു മനസ്ഥിതിയില്ല, ആരും സമ്മതിക്കില്ല. അപ്പോൾ വീട്ടിൽ ഒരു മരിക്കാറായിട്ടുള്ള പല രോഗികളും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ എൻ്റെ മരണത്തെ പറ്റി എന്ന് പറഞ്ഞ് ഈ രോഗി സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്തിനാ അച്ഛനിപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് എന്നുള്ള പറഞ്ഞിട്ട് മകളോ മകനോ തടസ്സം വെക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരു ഡെത്ത് സിസ്റ്റത്തിൽ മരണം തീരെ പ്രത്യേക ഒരു ഘടനയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാതെയോ അതിനെപ്പറ്റി അറിയാതെയോ അതിനെ ഫേസ് ചെയ്യാതെയോ ആണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഏരിയയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഞങ്ങൾ ഈ ഫീൽഡിലുള്ള പലർക്കും പ്രായോഗികമായിട്ട് വന്നത്. അങ്ങനെയാണ് നമ്മളിതിൽ ഇറങ്ങുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് ഒരു ഡെത്ത് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത്. അത് ഞാൻ ആദ്യം കേൾക്കുക. അപ്പോൾ ഡെത്തിന് എന്താണ് അങ്ങനെ ഒരു സിസ്റ്റം, അല്ലെ മരണത്തിന് എന്താണ് ഒരു സാമൂഹിക സംവിധാനം ഉണ്ടോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മരണത്തിന് ഈ ഡെത്ത് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത് സമൂഹത്തിലാണ്. എന്നാൽ ഇപ്പം ഞാൻ ഇങ്ങനെ മരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ശവസംസ്കാരം, മരണത്തിന് മുമ്പ് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങളൊരാൾ ആലോചിച്ചാൽ പോലെ അത് നടന്നോളണമെന്നില്ല. നമുക്കതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിന് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള വെച്ചാൽ മരിക്കാറായി കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പോയി സന്ദർശിക്കണം. നിങ്ങൾക്കൊരു വിരോധം ഉണ്ടെങ്കിൽ, എന്ത് വിരോധം ഉണ്ടായാലും മരിക്കാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയില്ലല്ലോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കും. അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ മരണം ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധുക്കൾ ചോദിക്കും എന്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയില്ല. നിങ്ങളുടെ ഒരു ഈ പറയുന്ന ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ICUവിൽ എത്തിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ICUവിൽ കിടത്തിയില്ല. മരണാനന്തര ക്രിയകൾ എങ്ങനെ ആയിരിക്കണം, ഇതിന് നിയമവശങ്ങളും ഉണ്ട്. അതായത് കോടതി, ഇപ്പം അടുത്ത കാലത്ത് സുപ്രീം കോടതി ഡെത്ത് ഡിഗ്നിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡറുകൾ വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. ഇതിനെ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ടും ഞങ്ങളൊക്കെ സാധാരണ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം, ആസന്ന മരണനായിട്ട് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളോട് മരണത്തെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഈ സിസ്റ്റത്തിന് പുറത്താണ്. സൊസൈറ്റി സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആ അന്തർക്രൂരനായ അയാളോട് പോയിട്ട് മരണത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നാച്ചുറൽ. അപ്പോൾ ഇത് ആ സിസ്റ്റത്തിന് ചില നാട്ടുനടപ്പാണ്, ചില മര്യാദകൾ. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലത് രോഗിക്ക് ഗുണമുണ്ടാവുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ രോഗിക്ക് ഗുണമില്ലാത്തതാണ്. അപ്പോൾ അത് തിരിച്ചറിയുക. അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു ഫാമിലിയിൽ ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റൻസീവ് കെയർ, ഈ രോഗി എന്തായാലും മരിക്കുകയാണ്, ഇൻറ്റൻസീവ് കെയറിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ എന്ന് ആ മകനോ മകളോ തിരിച്ചറിഞ്ഞാൽ പോലും അവർക്കത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഈ സിസ്റ്റം അവിടെ ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ സിസ്റ്റത്തെ മാറ്റുക എന്ന് മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ, അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലിനെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ ടാസ്ക്കാണ്, അംബീഷനാണ്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് ഈ സിസ്റ്റത്തെ മാറ്റാൻ പറ്റുമെന്നാണ്. സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതേ വഴിയുള്ളൂ, അതാണ്. അപ്പോൾ ഈ സിസ്റ്റത്തെ മാറ്റിയെടുക്കൽ എന്നൊക്കെ പറയുമ്പോഴും ഡോക്ടറെ, ഇവിടെ ഒരാളോട് മരണത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ മരണം എന്നതിന് ഒരു യാഥാർത്ഥ്യം, നമുക്കെല്ലാം മരിക്കുമെന്നറിയാത്ത ആരും ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും
ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കൂടി അപ്പുറത്തേക്ക് ജീവിക്കണം എന്നൊരു മോഹം കൊണ്ടാണ് ഞാനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു പങ്ക് ആളുകളുമൊക്കെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അല്ലെ മരണ സാക്ഷരത എന്നൊക്കെ പറയുന്നു. ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഈ ഡോക്ടർ ഒരു മരണത്തിൻ്റെ ഒരു പ്രൊമോഷനും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തുകയാണോ എന്നൊരു സംശയം തോന്നിപ്പോകുന്നുണ്ട്. അതെ, ഇത്രമാത്രം മരണത്തെക്കുറിച്ച് സംസാരിച്ച ആളുകളോട് സംസാരിക്കാൻ എന്താ ഉള്ളത്? അതെ, അതിൽ അഗൈൻ ഇതിലൊരു കാര്യമുണ്ട്. അതായത് ഒരു 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 തലത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾ മരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റു ചില ആനിമൽസൊക്കെ വേറെ മരിച്ചു കിടക്കുന്ന ആനിമൽസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, മരണത്തെ മുമ്പിൽ കണ്ട് പാനിക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മൾ എന്തായാലും മരിക്കുന്ന തിരിച്ചറിയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് താല്പര്യമുള്ള കാര്യമല്ല മനുഷ്യന്. ഇത് ഒരു ദിവസം നമ്മൾ മരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞൊരു സിറ്റുവേഷൻ പലപ്പോഴും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു മാരകമായ രോഗം വരുന്നു, നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും നോക്കി എല്ലാ സാധ്യതകളും നോക്കിക്കഴിഞ്ഞാലും 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഇപ്പം ഗൂഗിളൊക്കെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാം. ഒരു മെജോറിറ്റി ആൾക്കാരുടെ ഇമ്മീഡിയറ്റ് ശ്രമം ഈ 6 മാസം എന്നുള്ളത് 6 മാസവും 2 ദിവസവും കൂടി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ, അങ്ങനെ ഒരു ആലോചനയില്ല. നമ്മൾ സാധാരണ പറയാറ് നിങ്ങൾക്ക് 6 മാസമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ളത് എന്തൊക്കെയാണ്, 6 മാസം എങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഡെത്ത് ഡിനയൽ, മരണത്തെ നിരാകരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിയിലുണ്ട് ഓവർ ദ ടൈം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ടെക്നോളജിയുടെ അഡ്വാൻസ്, ഈ റോസി ആയിട്ടുള്ള ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഇതെല്ലാം കൂടി വെച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരിക്കലും മരിക്കില്ല എന്നുള്ള ഒരു, മരണം എപ്പോഴും വേറെ ആൾക്കാർക്ക് ഉള്ള കാര്യമാണ്, നമ്മുടെ കാര്യമല്ല എന്നുള്ള ഒരു ധാരണ ഇത് നമ്മൾ അഗെയിൻ അതുകൊണ്ട് തന്നെ ഈ മരണത്തെ പറ്റിയുള്ള ഇത് പരസ്പര ബന്ധമുണ്ട്. മരണത്തെപ്പറ്റി സംസാരമില്ല, സംസാരം വേറെ ആളുടെ മരണത്തെ പറ്റിയുള്ളൂ, അവനവൻ്റെ മരണത്തെപ്പറ്റി സംസാരമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം നമ്മുടെ ലൈഫിലുള്ള ഒരുമാതിരി എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. ഇപ്പം വിദ്യാഭ്യാസം, ഉദ്യോഗം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണം. പക്ഷേ മരണം നമ്മുടെ ലൈഫിലൊരു പ്രധാന ഇവൻ്റാണ്. അത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല അധികം ആൾക്കാരും. അതിന് ഒരു കാര്യം ഇത് എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇത് വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഈ ഡെത്ത് ഡിനയിങ് ഒരു നിലവാരം അതുകൊണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യണം, ഇതിനെപ്പറ്റി നമ്മൾ നേരിട്ട് കാണണം എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഫാക്ടേഴ്സിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ നമ്മുടെ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവത്തിൽ നമുക്ക് ഇതിനെ നേരിടാനുള്ള പേടി. ഒരു സൈഡിൽ ഈ പറയുന്ന പോലെ ഈ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയുന്ന ഹെൽത്ത് ഇൻഡസ്ട്രി. അങ്ങനെ ഒരു എളുപ്പമുള്ള ടാസ്ക് അല്ല. പക്ഷേ ഇതുണ്ട്, ഈ ഒരു മനുഷ്യ സ്വഭാവമായത് ഇത് നമ്മൾ പറയുന്ന ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. അതായത് 2 ദിവസം നീട്ടിക്കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ല നിങ്ങൾ ഈ ഉള്ള സമയം വൃത്തിയായിട്ട് ഉപയോഗിക്കാനാണോ? ഡോക്ടർ, ഒരു പേഴ്സൺ ടു പേഴ്സൺ എത്ര ആളോട് മരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിക്കാൻ കിടക്കുന്ന ആള് മരണത്തെപ്പറ്റി സംസാരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. വീട്ടിലൊന്നും ഇവർക്കൊരു ഇത് പറയാൻ സമ്മതിക്കില്ല. പറയാൻ ധൈര്യപ്പെടുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, അവരെ തന്നെ സമ്മതിക്കില്ല. ഇപ്പം എൻ്റെ ഈ ഇപ്പം നമ്മളൊരു പൊതുവിൽ കണക്ക് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ സ്ഥാപനം 30-32 കൊല്ലമായിട്ടുണ്ട്. ഓരോ കൊല്ലവും 2500-നടുത്ത് അറൗണ്ട് 2000 മുതൽ 3000 വരെ രോഗികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 60-70% നമ്മുടെ പരിചരണയിൽ മരിക്കുകയാണ്. 30 കൊല്ലം കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന വലിയ നമ്പറാണ്, 50,000-60,000 മരണങ്ങളാണ്. ഇതിലൊരു 1%, 1.5, 1-2 ഇടയിൽ ശതമാനം ആൾക്കാർ അവനവൻ്റെ മരണത്തെപ്പറ്റി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അതായത് നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂരനായ ഡോക്ടറായി മാറുന്നു നമ്മളിവിടെ. അപ്പോൾ അങ്ങോട്ട് ചോദ്യമില്ല, അത് പറ്റില്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അപൂർവമായിട്ട് ചിലർ ഇങ്ങോട്ട് നമ്മുടെ 2-3 ദിവസത്തെ സംഭാഷണങ്ങളും ഒക്കെ കഴിയുമ്പം മരണത്തിലേക്ക് ചർച്ച കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അത് കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന സാധാരണ റെസ്പോൺസ്, ഡോക്ടറെ ഒരാളെങ്കിലും കേൾക്കാൻ തയ്യാറായാലും വലിയ ആശ്വാസമുണ്ട്, ഞാനിത് പറയാൻ നോക്കിയിട്ട് എൻ്റെ വീട്ടിൽ ഒരാൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ഒരു 1%. അത് പക്ഷേ നമ്മൾ വലിയ നമ്പർ ആൾക്കാർ നമ്മുടെ ഇതിൽ മരിക്കുന്നത് കൊണ്ട് 400-500 ഇടയിലെ ആൾക്കാരുമായിട്ട് വളരെ ഇൻറ്റിമേറ്റായിട്ട് അവരുടെ വരാൻ പോകുന്ന മരണത്തെപ്പറ്റി, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇത് സംസാരിക്കാൻ പറ്റും. ഇത് ഭയങ്കര ഒരു ട്രഷറാണ്. കാരണം ഇതൊരാൾ അവസാന ഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് പറയുകയാണ്, ഞാനിപ്പോൾ മരിക്കാൻ പോവാണ്, ഇപ്പം എൻ്റെ ബേജാറുകൾ ഇന്നതൊക്കെയാണ്,
എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കുള്ള തോന്നുന്നത് ഇതൊക്കെയാണ്. ഇതൊരു വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ നമ്പർ എന്നാണെങ്കിൽ കൂടി ടോട്ടൽ മരിക്കുന്ന ആൾക്കാർ എണ്ണം ഒരുപാട് കൂടുതലായതുകൊണ്ടും ഈ പരിമിതികളൊക്കെ വെച്ചിട്ടും ഈ പറയുന്ന 400 അടുത്തുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ഒരു സംസാരം ഉണ്ടാകുന്നത് വഴി ഈ മരിക്കുന്ന ആളുകൾക്ക് കുറേ കൂടെ സമാധാനപൂർണമായ അല്ലെങ്കിൽ സ്വച്ഛമായ ഒരു മരണം കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം ഡോക്ടർക്കുണ്ടോ? അല്ല, രണ്ടു പേർക്കും ഗുണമുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഈ കേട്ടേക്കുന്ന എനിക്കും ഈ പറയുന്ന ആൾക്ക് അയാൾക്ക് വേറെ പറയാൻ പറ്റാത്ത കുറേ അത് തീർക്കാനുണ്ട്, ഇത് തീർക്കാനുണ്ട്. ചില ആ ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ഒരു സാധാരണഗതിയിൽ ഏത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും എത്ര കാലം മുമ്പിലുണ്ടായാലും ഈ ജീവിക്കുന്നതിന് ഒരു എയിമോ അല്ലെങ്കിൽ ഒരു അർത്ഥമോ ഉദ്ദേശമോ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ജീവിതം നമുക്ക് ഭയങ്കര ഡള്ളാണ്. ഡള്ള് മാത്രമല്ല, ഡിപ്രസിങ് ആണ്. ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വലിയൊരു ടാസ്ക് നമ്മൾ ഇനി ഒരു മാസമേ ജീവിതം ഉള്ളൂ എന്നുള്ള ഒരാൾക്ക് എന്താണ് മുമ്പിൽ കാണാനുള്ളത്? ഈ ഒരു മാസം ഞാൻ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരുപാട് ഇൻപുട്ട് നമുക്ക് കിട്ടും ഇവരിൽ നിന്ന്. അതായത് ഓക്കെ, ഇങ്ങനെ ഒരു ഹിസ്റ്ററി, ഇങ്ങനെ ഒരു റിഗ്രറ്റ്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള മറ്റുള്ള ആലോചനകൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് അത് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഇയാൾ പറയുന്ന ഇത് ഇയാളുടെ ലൈഫിനെ പറ്റി അയാൾ പറയുന്നത്. ഇയാൾ പറയും, ഞാൻ പണ്ട് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തിരുന്നു, അന്ന് എനിക്കതൊരു വലിയ കാര്യമായി തോന്നിയിരുന്നു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു വെഡിത്തായിരുന്നു, എന്തൊരു അബദ്ധമായിരുന്നു എന്ന് എനിക്ക് തോന്നി, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഇത് കേട്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഓടും, ഇത് ഞാനിപ്പോൾ ഈ അബദ്ധം തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 to 1 ഇത് ഞാൻ സാധാരണ വിസ്ഡം ഓഫ് ദ ഡൈയിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, മരിക്കുന്നയാളുടെ വിവേകം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാനുണ്ട്. കാരണം ഒരാൾ ലൈഫിനെ അയാളുടെ കഴിഞ്ഞ കാലത്തെ അയാൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് എൻ പോയിന്റിൽ നിന്നുകൊണ്ട് അയാൾക്ക് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഇപ്പോൾ. കാരണം ഇതിൽ നിന്നൊന്നും നേടാനില്ല. വളരെ സത്യസന്ധമായിട്ട് അയാളുടെ രീതിയിൽ സത്യസന്ധമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് നമ്മൾ കേട്ട് നിൽക്കുന്നതിൻ്റെ അയാൾക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നതിൽ അയാൾക്കൊരു സന്തോഷമുണ്ട്. അതിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് ഈ കേട്ട് നിൽക്കുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് ഗുണം അതുവഴി കിട്ടിയിട്ടുണ്ട്. അതെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാനത്. അപ്പോൾ ഈ കടന്നു പോയ ആളുകൾക്കും ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ പണ്ട് നമ്മൾ ഈ മോക്ഷം, സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടാണ് മരണം സമാധാനപൂർണ്ണമാക്കാൻ ശ്രമിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഒരു സംസാരത്തിലൂടെ അവർക്ക് മെച്ചപ്പെട്ട ഒരു സംഗതി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതായത് നമ്മൾ ശ്രമിക്കുന്നത് ചില ഗോൾസ്, ചില ടാർഗറ്റുകൾ ഉണ്ടാക്കാനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് അംബിഷൻസും ടാർഗറ്റ്സും ഗോൾസും ഉണ്ടാവും. വീട് വെക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണം, ജോലി, അടുത്ത അയൽക്കാരൻ്റെ പറമ്പ് നമ്മുടെ ഇതാക്കുക എന്നൊക്കെ എന്തോ ആയിക്കോട്ടെ, പലവിധ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഒരു 3 മാസമേ ജീവിതമുള്ളൂ, അല്ലെങ്കിൽ 6 മാസമേ ജീവിതമുള്ളൂ എന്ന് തിരിച്ചറിയുന്നുള്ളൂ. ഇത് മുഴുവൻ കൊളാപ്സ് ചെയ്യാണ്. ഇതൊന്നും നടക്കില്ലെങ്കിൽ പിന്നെ നമ്മളൊരു എയിംലെസ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓക്കെ, നിങ്ങൾക്ക് 1 മാസം ഉള്ളൂവെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു സജഷൻ വരണമെങ്കിൽ ഇയാളുടെ പാസ്റ്റ്, ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന കംപ്ലീറ്റ് ആവാത്ത അല്ലെങ്കിൽ അയാളുടെ ഉത്കണ്ഠകൾ, ഇത് നമുക്ക് മനസ്സിലാവണം. ആ രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റും. 2, ഈ പറയുന്ന ഈ കഥ പറയാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. എൻ്റെ ജീവചരിത്രം കേൾക്കാൻ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ലേൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇയാളുടെ ലൈഫിൽ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതായത് ലൈഫ് സ്റ്റോറി പറയുന്നു, അപ്പോൾ അതിൽ നിന്നുള്ള സംഭാഷണങ്ങൾ, അതൊക്കെ ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇവൻ്റാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് അതിൻ്റെ മുകളിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു കോണ്ടക്സ്റ്റുവലായ ഒരു പ്രസക്തി ഇപ്പം ഈ പറഞ്ഞതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മരിക്കാറാകുന്ന ഒരാൾ, അല്ലെ മരണത്തിൻ്റെ കാലം അടുക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും എൻ്റെ മരണം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുടുംബത്തുള്ളവർ പറയുന്നു, അച്ഛൻ ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെ അമ്മ എന്തിനാ ഇപ്പം ഇത് സംസാരിക്കുന്നത്, നിങ്ങളത് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് തടയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ
അതൊരു പക്ഷേ അവർക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയി സംസാരിച്ചുകൊണ്ട് സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നതിനെ നമ്മൾ തടയുകയാണോ ഈ അതെ അതെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മരണം ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഡാർക്കാണ് നെഗറ്റീവാണ് എന്നുള്ളത്. അപ്പോൾ മരണം ചർച്ചയിലോ പേഴ്സണലായിട്ട് വരുമ്പോൾ ജനറലി മരണത്തെ പറ്റി കവിതകളും കഥകളും വേറെ ആളുടെ മരണത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും പ്രശ്നമില്ല. മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ പറയും. അതെ അത് ആൾക്കാർ തീരെ റെസിസ്റ്റ് ചെയ്യുന്ന സാധനം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മരണത്തെ പറ്റിയുള്ള ഡിസ്കഷനിൽ റേസ് ചെയ്യപ്പെടുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്. മരണത്തെ പറ്റിയുള്ള സംഭാഷണങ്ങൾ മരണത്തെ പറ്റിയുള്ള സംഭാഷണം എന്നതുകൊണ്ട് മാത്രം നെഗറ്റീവാണോ? അല്ല എന്നാണ്. നമ്മുടെ മരണത്തെ ഡീമിസ്റ്റിഫൈ ആണ്. മരണം എന്ന് പറയുന്ന ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു സാധനം എന്നുള്ളതിന് പകരം ഡീമിസ്റ്റിഫൈ ആണ്. ഒരു പോയിന്റ് കൂടി ഞാൻ നേരത്തെ പറയാം. നേരത്തെ ഈ പറഞ്ഞ പുനർജന്മം, മരണാനന്തര ജീവിതം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാർ. കാരണം ഇതിവിടെ തീർന്നു പോകുന്നു എന്ന് പറയാൻ ആൾക്കാർക്ക് പൊതുവെ താല്പര്യമില്ല. അപ്പോൾ അതിനുള്ള ചില സൊല്യൂഷൻസാണിത്. ഇതിൽ നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നും കൂടി വരാൻ പക്ഷേ വേണമെങ്കിൽ, ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം, ഇത് നിങ്ങൾ 100% വിശ്വസിക്കുകയാണെങ്കിൽ, അന്ധമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വറികളില്ല പിന്നെ. പക്ഷേ ഈ അന്ധമായി വിശ്വസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എൻ്റെ വേറെ ഒരു ഒബ്സർവേഷൻ. നമ്മളിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നത് കണ്ടിട്ടുള്ളതിൽ അവിശ്വാസികളൊക്കെ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന സോക്കോൾഡ് വിശ്വാസികളിൽ ഒരു ശതമാനത്തിന് പോലും ഇത് അന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സംശയം ഉണ്ടാവും, ശരിക്കുണ്ടോ? അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു സ്കോപ്പില്ല. അതായത് ഓക്കെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പുനർജന്മമുണ്ട്, 100% ഞാൻ വിശ്വസിക്കുന്നു, അന്ധമായി വിശ്വസിക്കുന്നു, അതിനെനിക്കൊരു സംശയമേ ഇല്ല. എങ്കിൽ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾ മുമ്പോട്ട് കാണുന്നത് മരിച്ചു കഴിഞ്ഞിട്ടൊരു പുനർജന്മമാണ്. അല്ലെങ്കിൽ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു മരണാനന്തര ജീവിതമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, ഞാനിതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്വർഗ്ഗം കിട്ടാൻ ചാൻസ്. നിങ്ങൾ 100% വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശമായി, അതായത് നമ്മുടെ ലൈഫിൻ്റെ ഉദ്ദേശം മരിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പ്രാക്ടിക്കലി 100% വിശ്വസിക്കാൻ ഒരു സാധ്യതയുള്ള പറ്റുന്ന മനുഷ്യന്മാർ വളരെ വളരെ കുറവാണ്. നമ്മൾ സോക്കോൾഡർ വളരെ റിലീജിയസ് ആയിട്ട് കാണുന്ന മനുഷ്യന്മാർക്കൊന്നും ഈ ഇതൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടുമാണ്. നിങ്ങളുടെ വിശ്വാസം എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തന്നെ അറിയുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവർ ഭയങ്കര പതറിപ്പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു സൊല്യൂഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ പേഴ്സണലി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാണുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. ബ്ലൈൻഡായിട്ട് ഇതങ്ങ് വിശ്വസിക്കാൻ പറ്റി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ്. പക്ഷെ അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ നമ്മൾ സാധാരണ മനുഷ്യർക്ക് പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു പ്രായമായ ആൾ ഒരു സ്വന്തം മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കാൻ തുനിഞ്ഞാൽ നമ്മളാരും അത് തടയാൻ പാടില്ല, സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതെ, പിന്നെ അതുണ്ടാക്കുന്ന മെച്ചം ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് അയാൾക്കിനി കുറച്ച് കാലമേ ഉള്ളൂ, അയാൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നില്ലേ പിന്നെ ഈ അവസാന കാലത്ത് അയാൾ സ്ട്രഗിൾ ചെയ്യാണ്. പിന്നെ അപ്പോൾ എന്താണ് അയാൾ പറയുന്നത് കേൾക്കുക. അയാളുടെ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കേൾക്കാൻ തയ്യാറാണെന്നുള്ളൊരു നിലപാടെടുക്കണം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് എന്തോ ഒരു ജീവിതത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഒരു ആയുസിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളോട് മരണത്തെക്കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ അതിനപ്പുറത്തേക്ക് വളരെ ചെറുപ്പക്കാരായ ആളുകളുമായിട്ട് ഈ മരണം എന്നത് സംബന്ധിച്ച ഡിസ്കഷൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡെത്ത് കഫേ എന്ന ഒരു പ്രയോഗം, ഡെത്ത് കഫേ എന്ന് എവിടെയെങ്കിലും കേട്ടാൽ എനിക്ക് ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് എന്നുള്ള വേറൊരു പ്രശ്നം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഈ ഡെത്ത് കഫേയിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അതിൽ ഈ മരിക്കാൻ പോകുന്ന ആളുകളോടല്ല നമ്മൾ സംസാരിക്കുന്നത്, ജീവിക്കാൻ അങ്ങോട്ട് തുടങ്ങുന്ന ആളുകളോട് പോലും ഈ ഡെത്ത് കഫേയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഡെത്ത് കഫേയിൽ സംഭവിക്കുന്നത്? അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് നമുക്ക് ഇപ്പോഴും ഈ സമൂഹത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മരിക്കാൻ പോകുന്ന ഒരാളോട് അങ്ങോട്ട് കയറി മരണത്തെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ട് നമ്മുടെ പേഴ്സണൽ ബുദ്ധിമുട്ടല്ല, അതെങ്ങനെയാണ് സൊസൈറ്റി കാണുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും രോഗിയെ വീട്ടിൽ കാണാൻ പോയിട്ട് അയാളുടെ മരണത്തെപ്പറ്റി അയാളോട് സംസാരിച്ചാൽ ഫാമിലി അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കാണും. പക്ഷേ ഇപ്പം മരിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരോട് മരണത്തെപ്പറ്റി സംസാരിക്കുന്നതിന് ആ മട്ടിലുള്ള വിലക്കുകളില്ല. അതാണ് നമ്മളിപ്പോൾ മാത്രമല്ല നമ്മളെല്ലാവരും ഒരു കാലത്ത് മരിക്കാനുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ മരണത്തെപ്പറ്റി സംസാരിച്ചാൽ പോലും ഒരു ലിമിറ്റഡ് ആയിട്ടെങ്കിലും അതിനൊരു ഗുണം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. ഇത് സംസാരിക്കാവുന്ന വിഷയമാണ്, ഇതിനെപ്പറ്റി ഒരു ആലോചന ട്രിക്കർ. അതാണ് ഈ ഡെത്ത് കഫേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ഒരു 20, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ചെറിയ നമ്പറിനെ പറ്റുള്ളൂ. 20ഓളം ആൾക്കാർ വട്ടത്തിലിരുന്ന് ഒരു 1.5 മണിക്കൂർ നേരം അവനവൻ്റെ മരണത്തെ പറ്റിയുള്ള ഉത്കണ്ഠകൾ, ആകാംക്ഷകൾ
ചില തീരുമാനങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് ചർച്ച ചെയ്യുന്നു. ഇത് ഇപ്പോൾ അപരിചിതരാണ് അധികവും എല്ലാവരും. അത് തീരുമ്പോൾ അവരെല്ലാം വളരെ പരിചിതരായി തീരുന്നുണ്ട്, പലതരത്തിലുള്ള ആൾക്കാർ. ഞങ്ങളിത് ഒരുപാട് എണ്ണം സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഒരു പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ നമ്പറിന് ചെയ്യാൻ പറ്റില്ല. 20-ൽ കൂടുതൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ അത് വേണ്ടത്ര ഇഫക്റ്റീവ് ആയിട്ടില്ല. കാരണം ഇത് തീർന്നു പോകുമ്പോൾ ഇയാൾക്ക് ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ അയാളുടെ മനസ്സിൽ വരണം, അത് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സാധനമാണ് അത് കുറേ കാലമായിട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഡെത്ത് കഫേ എന്നുള്ള ഒരു സാധനം. ഇതിലിപ്പോൾ വന്നുപെടുന്നത് ഒന്ന് ഇതിനെപ്പറ്റി കേട്ടറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഈ പേര് കേട്ടിട്ട് കൗതുകത്തോടെ വരുന്ന ആൾക്കാരുണ്ട്, എന്തായിരിക്കും ഇത് എന്നൊക്കെ അറിഞ്ഞിട്ട്. പക്ഷേ നമ്മളത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും 100% നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ആലോചിച്ചിട്ടില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കുറച്ച് കാലമായിട്ട് വളരെ ലിമിറ്റ്. നമ്മുടെ ഈ വലിയ സമൂഹത്തിൽ ഈ ഡെത്ത് ലിറ്ററസി എന്ന് നമ്മൾ പറയും, മരണത്തെ പറ്റിയുള്ള ഒരു സാക്ഷരത. മലയാളി വളരെ സാക്ഷരരാണ്, മരണത്തെ പറ്റിയുള്ള സാക്ഷരത വളരെ മോശമാണ്. അവനവൻ്റെ മരണത്തെ പറ്റിയുള്ള ആലോചന പോലും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ മാസവും 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലിമിറ്റഡ് നമ്പർ ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അത് വലിയൊരു എക്സ്പീരിയൻസാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവം എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഡെത്ത് കഫേയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ അവരെന്താണ് പിന്നീട് അവരോടെങ്കിലും ചോദിച്ചിട്ടില്ല? അല്ല, പിന്നെ അവരെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയും, ഇവരോട് ഭാവിയിൽ ഇവർ മരിക്കാൻ പോകുന്ന സമയത്ത് ആർക്കെങ്കിലും മരണത്തെപ്പറ്റി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അതാണ് ആ സമയത്ത് ഇയാളുടെ അഭിപ്രായമൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ മരണം സംസാരിക്കാവുന്ന ഒരു വിഷയമാണെന്ന് അയാൾക്ക് തീരുമാനമായിട്ടുണ്ട്. അതാണ് ഒരു പ്രധാന അഡ്വാൻറ്റേജ്. അതായത് ഒരു ഡെത്ത് കഫേയിൽ പങ്കെടുത്ത ഒരാളാണ്, അയാൾക്കും ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി മടി ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ 20 വയസ്സിൽ ഡെത്ത് കഫേയിൽ പങ്കെടുക്കുന്നു, നമ്മൾ 90 വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ അപ്പോഴേ നമ്മുടെ നിലപാടുകൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ആ ഡെത്ത് കഫേയിൽ വന്ന് പറഞ്ഞ നിലപാടായിരിക്കില്ല. പക്ഷേ മരണം ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്. എൻ്റെ മരണത്തിനെ പറ്റി എനിക്ക് സംസാരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആൾ സംസാരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളൊരു തീരുമാനം അയാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പ്രധാന മെച്ചം. ഓക്കെ, അപ്പോഴെങ്കിലും നമ്മൾ അവനവൻ്റെ മരണത്തെക്കുറിച്ചും ഒരു സമാധാനപൂർണ്ണമായ ഒരു തീരുമാനത്തിലൊക്കെ നമ്മൾ എത്തി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോഴും നമ്മൾക്ക് നമ്മുടെ മരണം ഒരു ദിവസം അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടു പോയാൽ അത് നല്ലതല്ലേ? ഇന്ന് തന്നെ എന്തിനാണ് മരിക്കുന്നത്? നാളെ കഴിഞ്ഞ് മരിച്ചാൽ പോരെ? അതിന് ഇപ്പോൾ ഒരു പക്ഷേ മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ സാങ്കേതികമായ സഹായങ്ങൾ തന്നെ ചികിത്സയുടെ തലത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മുടെ ഇന്നത്തെ മരണം നമുക്ക് കുറച്ച് ദിവസം കൂടെ അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായ ഒരു സംഗതിയായിട്ടാണ് എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഞാനത് ശ്രദ്ധിച്ചു വെച്ച ഒരു സാധനമാണ്. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഡെത്ത് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു പുതിയ വാക്കായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഡെത്ത് സിസ്റ്റം അനുസരിച്ച് എല്ലാവരുടെയും യോഗം എന്ന് പറയുന്നത് ICUവിൽ കിടന്ന് മരിക്കാനാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ICUവിലേക്ക് പോകുന്നത് വഴി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അപ്പുറത്തേക്ക് ഈ മരണത്തെ മാറ്റി നിർത്താൻ കഴിയുന്നില്ലേ? അതൊരു പോസിറ്റീവായ സംഗതിയല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര പ്രഷ്യസ് ആണ് എന്ന് നേരത്തെ പറഞ്ഞതുമായിട്ട് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഈ പറഞ്ഞ ചികിത്സകളിലൂടെ അല്ലെങ്കിൽ ഈ സാങ്കേതികമായ ചികിത്സകൾ അല്ലെങ്കിൽ ICU എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഒരു ഡെത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ അത് ലൈഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി കൂടെ കാണാൻ പറ്റില്ലേ? ഓക്കെ, ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ 50 വർഷത്തിൽ വൈദ്യശാസ്ത്രത്തിലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. നമ്മളൊരു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് തന്നെ ഇൻറ്റൻസീവ് കെയറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ശരീരം അതിൻ്റെ ഹൃദയമിടിപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ ശ്വാസം നിലനിർത്താൻ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ നിലനിർത്താൻ, നിങ്ങൾ ബ്രെയിൻ ഡെഡ് ആയാൽ പോലും ഇത് 1 മാസം നിങ്ങളെ വെന്റിലേറ്ററിൽ കിടത്താനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞാനതിലാകെ പറയുന്നത് ഒരാൾക്ക് തീരുമാനിക്കാം, എനിക്ക് അങ്ങനെ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ സാധ്യതകളും വരായികകളും അറിഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം രോഗിക്ക് വേണം. അതാണ് നമ്മൾ പറയുന്നത്. ഇത് വേണ്ട, ICUവിലേക്ക് മരിക്കാറായ ഒരാൾ ICUവിൽ കിടന്നിട്ട് അയാൾ 2 ദിവസം കൂടി കിടന്ന് അല്ലെങ്കിൽ 1 ദിവസം കൂടി കിടന്ന് മരിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അത് അയാളുടെ തീരുമാനമാവണം. അയാളുടെ തീരുമാനമാവണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട്, ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, രോഗിയെ ഹോസ്പിറ്റലിൽ കിടത്തുന്നു, ഡോക്ടർ 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പറയുന്നു ഇത് വേണമെങ്കിൽ നമുക്ക് ICUവിലേക്ക് മാറ്റാം, വിശേഷിച്ച് വേറെ
ചികിത്സിച്ച് മാറ്റാവുന്ന സ്കോപ്പൊന്നുമില്ല. അപ്പോൾ ഫാമിലിയൊക്കെ കൂടി ആലോചിക്കുന്നു, അതിൻ്റെ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ആലോചിക്കുന്നു. ഇന്ന് ഐ സിയുലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു, ഐ സിയുയിൽ കൊണ്ടുപോകുന്നു കിടന്നു. ഈ മരിക്കാൻ പോകുന്ന ആൾക്ക് ഇതിനു മുകളിൽ ഒരു അഭിപ്രായവും അയാളോട് ചോദിക്കുന്നുമില്ല, അറിയുന്നുമില്ല. പലപ്പോഴും അയാളുടെ അടുത്ത ബന്ധുവിൻ്റെ അഭിപ്രായം പോലും ചോദിക്കുന്നു, അറിയുന്നുമില്ല. ആസ്പത്രി തീരുമാനിക്കുന്നു, ഡോക്ടർ. എനിക്കതിലാകെ പറയാനുള്ളത്, ഏത് ചികിത്സാ രീതി ഉപയോഗിക്കുമ്പോഴും എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഏത് ചികിത്സാ രീതി ഉപയോഗിക്കുമ്പോഴും ഞാൻ സ്വന്തം തീരുമാനിക്കുന്നതാവണം. എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം ഈ ബാക്കിയുള്ള കാലം എങ്ങനെ കഴിയണമെന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില ക്യാൻസറുകളിൽ ചില കീമോതെറാപ്പികളുണ്ട്. ആ കീമോതെറാപ്പി എടുത്താൽ ആ പർട്ടിക്കുലർ കീമോതെറാപ്പി വില കൂടിയതായിരിക്കും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം 3 ആഴ്ച നീട്ടിക്കിട്ടും. പക്ഷേ ഈ 3 ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് ഛർദിയും ശ്വാസം മുട്ടലും ചൊറിച്ചലും വേദന ഉണ്ടാവാം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇതറിയാൻ എനിക്കൊരു ഒരു അവകാശമുണ്ട്. അതായത് എനിക്ക് കിട്ടുന്ന മരുന്ന് കൊണ്ട് ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്, എന്നിട്ട് എനിക്ക് തീരുമാനിക്കാം, ഓക്കെ അത് ഞാൻ സഹിച്ചോളാം. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നത്, എൻ്റെ ഒരു പ്രശ്നം ഇതിലുള്ളത്, വെറുതെ നീട്ടിക്കിട്ടിയാൽ മതി എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ അറിയാതെ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ ഇത് തീരുമാനിച്ചു പോകുന്നു. ഞാൻ തീരുമാനിക്കുന്നില്ല, എൻ്റെ അടുത്ത വീട്ടുകാരൻ തീരുമാനിച്ചിട്ടാണ് എൻ്റെ മേളിൽ പ്രയോഗിക്കുന്നത്. പലപ്പോഴും ഒരു ഫാമിലിയിലൊക്കെ ആ ഫാമിലിയിലുള്ള ആൾക്കാരാവില്ല, അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അകന്ന ഒരു ബന്ധുവായിരിക്കും തീരുമാനിക്കുക അന്ന് ഐ സിയു എന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ. എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, അതിൻ്റെ വരുംവരാഴികൾ എന്താണെന്ന് എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിൽ ഹാപ്പിയാണ്, അയാൾക്കത് തീരുമാനിക്കാം. പക്ഷേ ഇപ്പോൾ അത് കിട്ടാതെയുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഈ പ്രശ്നം പറയുന്നത്. അത് ഈ ഒരുപക്ഷെ നമ്മൾ ഇതിലെ നായിക സ്ഥാനത്തുള്ള ആള് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല, ചിലപ്പോൾ അബോധാവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കുടുംബത്തിൽ ഒരുപക്ഷെ മക്കളോ മരുമക്കളോ അവരെല്ലാവരും കൂടെ തന്നെ ആയിരിക്കും അത് തീരുമാനിക്കേണ്ടി വരിക. അങ്ങനെ ഒരു തീരുമാനത്തിന് അവർ തീരുമാനിക്കുന്നു ഇത് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ മറ്റേ ആൾക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവകാശത്തെ നിഷേധിക്കലില്ലേ? ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെത്ത് കഫയും ഈ നേരത്തെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. നിങ്ങളിപ്പം മരിക്കാറൊന്നും പോകുന്നില്ല, പക്ഷേ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം എന്ന് വേണ്ടപ്പെട്ട ആരോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് അവർക്കൊരു ധാരണ കിട്ടും. അവരത് ഫോളോ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരുടെ മുകളിൽ പ്രഷർ ഉണ്ടാവും, നിങ്ങൾ ഐ സി യു കിടത്തണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയി കിടത്തി വരും. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പലപ്പോഴും ഈ ഇത്തരം ചികിത്സകൾ എടുക്കുന്ന രോഗിയുടെ ബന്ധുക്കളോട്, ഇപ്പം ഭാര്യയോട് ചോദിക്കുന്നു, മൂപ്പരിക്കൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തരം ഒരു അവസ്ഥ വന്നാൽ? അപ്പോൾ അവർ പറയും ഞങ്ങളിതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം, ഇതിൽ തീരുമാനം എടുക്കാൻ പറ്റിയ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതൊരു ഗ്യാരണ്ടി ഒന്നല്ല. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ ഈ മേഖലയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കഷ്ടപ്പെടാതെയുള്ള ഒരു മരണമൊന്നും സാധ്യമാവില്ല. ഇത് ചെയ്താൽ ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഒരു അല്പം ജീവിതം നീട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി ലൈഫ്, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൂടെയാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതെ, അത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു സാധനം. ഒരാൾക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എൻ്റെ ലൈഫ് നീട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി മോശമായിട്ട് നീട്ടി കിട്ടേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ വേറൊരാൾക്ക് മറ്റു തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എൻ്റെ ലൈഫ് 5 ദിവസം നീട്ടിക്കിട്ട ക്വാളിറ്റി ഒന്നും വേണ്ട. പക്ഷെ ഞാൻ പറയുന്നത് അത് അറിഞ്ഞിട്ടുള്ള, ഞാനിപ്പോൾ ഈ സിറ്റുവേഷൻ അറിഞ്ഞിട്ടുള്ള തീരുമാനമാണ് ഞാൻ പറയുന്നത്. അതേപോലെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് ഒരാൾക്ക് തീരുമാനിക്കാം. സിറ്റുവേഷൻ അറിയാതെ ഇതാണ് ചികിത്സ, ഇതേ ഇനിയുള്ള വഴിയുള്ളൂ എന്നുള്ളൊരു മറ്റുള്ള ആലോചനയുമില്ലല്ലോ. അതാണ് വരുന്നത്, അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും വീട്ടിൽ പോയിട്ട് ഇന്ന് എൻ്റെ മരണത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വീട്ടിലുള്ള ഒരാളോട് സംസാരിച്ചു നിങ്ങൾക്ക് ലേശം എന്തോ തലക്കസുഖമില്ല എന്നുള്ളൊരു ധാരണ അവർക്ക് വരും. പക്ഷേ ഇതൊരു ആലോചനയിൽ വരും. അറ്റ്ലീസ്റ്റ് ഒരു ചർച്ച തുടങ്ങാൻ പറ്റും. ഇതില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെന്താണെന്ന് ആരും അറിയുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ വലിയ റെസിസ്റ്റൻസ് വരില്ല. കാരണം നിങ്ങളിപ്പോൾ നാളെ അവരാദ്യം സംശയിക്കും നിങ്ങൾ നാളെ മരിക്കാൻ പോകണമെന്ന്. പക്ഷെ അതില്ല എന്നൊക്കെ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സംസാരിക്കാവുന്ന സമയമാണ്. ഇതാണ് സംസാരിക്കാവുന്ന സമയം. ആ സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് ഒരു ധാരണയിലൊക്കെ എത്തുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സാഹചര്യം എത്തുന്നു, ഈ ആൾ ഇന്ന് വേണമെങ്കിൽ ഒരു കീമോതെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിന് 6 ലക്ഷം രൂപയാണ്, അത് അങ്ങനെ ഒരു പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർജറി, നാളെ രാവിലെ ഒരു സർജറി നിങ്ങൾ നടത്തണം, അതാണ് ചെയ്യാനുള്ളത്, അതിപ്പോൾ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ആലോചനയ്ക്കുള്ള ഒരു സമയം ഇപ്പം നമ്മൾ പറഞ്ഞ ഇയാൾക്ക് അതിനെക്കുറിച്ചൊരു തീരുമാനം പറയാൻ സാധിക്കുന്നില്ല. ഈ മക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് ബന്ധുക്കൾക്ക്
ഒരു തീരുമാനത്തിനുള്ളൊരു അവസരം ശരിയായ രീതിയിൽ ഇപ്പോൾ ഈ മെഡിക്കൽ ഇന്നത്തെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം കൊടുക്കുന്നുണ്ടോ എന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിലൊരു പ്രധാന ബ്ലെയിം വരുന്നത് മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കയ്യിലാണ്. സാധാരണ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ഒരു കൺസ്യൂമർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണം ദോഷം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് പറയണം. നമ്മുടെ ഈ ആരോഗ്യ സംവിധാനം, ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് അത് എത്തിക്കലാണ്, അത് തന്നെയാണ് ശരിയെന്ന് എല്ലാവരും നമ്മൾ പഠിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത് ചെയ്യുന്നില്ല. ഇതായത് നിങ്ങൾക്ക് ഇന്ന ചികിത്സയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്, ഈ ചികിത്സയ്ക്ക് ഇന്നതാണ് ഗുണം, ഇന്നതാണ് ദോഷം, ഇതാണ് അതിൻ്റെ വില. ഇതല്ലെങ്കിൽ, ഇത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്, അതിൻ്റെ ഗുണം ദോഷം. ഇത് അറിയാനുള്ള ഒരു അവകാശമുണ്ട് എല്ലാവർക്കും. നമ്മുടെ ലൈഫ് ഇട്ടിട്ട് പെരുമാറുമ്പോൾ ഇത് എന്താണ് ഈ കളിക്കുന്നത് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് തന്നില്ലെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കുറേ കൂടി വൈഡറായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഇതിപ്പോൾ ഞാൻ ഈ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ല, ഏത് ചികിത്സയായാലും ഒരു ആസ്പത്രിയോ എത്ര പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടറായാലും എത്ര വിദഗ്ധനായാലും എത്ര വിദഗ്ധമായിട്ടുള്ള ആസ്പത്രി ആയാലും ഇത് പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് ഈ കാര്യത്തിലും കൂടി വന്നു കഴിഞ്ഞാൽ, പക്ഷേ ആ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രോഗി ബോധമില്ലാത്ത കിടക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തീരുമാനിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള വഴിയാണ് നമ്മൾ പറയുന്നത്. വീട്ടിൽ പറയാം, നേരത്തെ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 70 കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുന്നുണ്ടാവുള്ളൂ, അത് പ്രശ്നമല്ല. പക്ഷേ നമ്മളിത് ഇടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് എനിക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായം മാറും, 10 കൊല്ലം കഴിഞ്ഞ് അഭിപ്രായം മാറിയാൽ എനിക്ക് പറയാം ഞാനിപ്പോൾ ആലോചിക്കും അങ്ങനെയല്ല, എനിക്ക് ഐസിയു കിടന്ന് മരിച്ചാൽ മതി, അതും പറയാം. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കണം. അവരെ കൊണ്ട് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും എഫേർട്ട് നമ്മുടെ കയ്യിൽ നിർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് മുകളിലൊരു സ്റ്റേയില്ല. അപ്പോൾ ഒരുപക്ഷെ അവരോട് ആരും പറയുന്നില്ലെങ്കിൽ ഈ ഒരു ഇങ്ങേ എൻഡിലുള്ള ആളുകൾ എന്നുള്ളതിലേക്ക് അത് അങ്ങോട്ട് ചോദിക്കുക എന്നൊരു ശീലത്തിലേക്ക് സമൂഹം മാറണം എന്നും കൂടെ ഡോക്ടർ പറഞ്ഞതിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. അതെ, റൈറ്റ് ബേസ്ഡ് ആവണം. നമുക്കൊരു ചികിത്സ ഓഫർ ചെയ്താൽ, നാളെ ഞാൻ നിങ്ങളൊരു രോഗിയായിട്ട് എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ നിങ്ങളോട് ഒരു ചികിത്സ ഓഫർ ചെയ്താൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിരിക്കണം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഞാനിത് എടുത്തില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ. അപ്പോൾ അത് ചോദിക്കാനുള്ള ഒരു റൈറ്റ് അതുണ്ട് നിങ്ങൾക്ക്. അത് ന്യായമായിട്ടുണ്ട്, അത് ചോദിച്ചിരിക്കണം. അതാണ് നമ്മൾ അത് ചോദിക്കണം. രണ്ടാമത് ഈ രോഗി ആയിട്ട് കിടക്കുന്ന ആൾക്ക് ഇതിലെന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് രണ്ടും വെച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയാളെ എവിടെയും കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അവസാനകാലം ബുദ്ധിമുട്ടാക്കി പിന്നെ നമുക്കൊരു ഗിൽട്ട്, അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. ഡോക്ടർ പറയുന്നത് പോലെ അതത്ര എളുപ്പമുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അടുത്തൊരു ടോക്ക് ഷോ കണ്ടു. അപ്പോൾ ടോക്ക് ഷോയിൽ ഒരു ഡോക്ടറുണ്ട്, ഞാനിരിക്കുന്ന പോലെ വേറൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ടെർമിനലി ഇല്ലായിട്ടുള്ള ഒരാളുകളുടെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഡോക്ടർ ഒരു ഉദാഹരണം പറയുന്നു, ഒരു സിറ്റുവേഷൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയാം. അദ്ദേഹം പറയുന്നത് ഒരു അച്ഛനെ പെട്ടെന്നൊരു സർജറി ആവശ്യമുണ്ട് എന്ന് ഒരു മകനോട് പറഞ്ഞപ്പോൾ മകൻ അദ്ദേഹത്തോട്, ഈ ഡോക്ടറോട് പറഞ്ഞത്, എനിക്ക് എൻ്റെ മറ്റുള്ള സഹോദരങ്ങളോടൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതിനെ കാണുന്നത്, ആ ടോക്ക് ഷോയിലുള്ള ഡോക്ടർ അതിനെ വളരെ മോശമായ ഒരു സംഗതിയായിട്ടാണ് അന്ന് അവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ആ മകന് എന്താണ് ഇത്ര മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്, ആലോചിക്കാനുള്ളത് എന്താണ്? ഒരേ ഒരു കാര്യമാണ് അയാൾക്ക് ആലോചിക്കാനുള്ളത്, ഇതിൻ്റെ ചെലവ് നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യണം എന്ന വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ അച്ഛൻ്റെ ജീവൻ വെച്ച് അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് എന്ന് ഡോക്ടറെ പോലെ ഒരു ഡോക്ടർ ഇപ്പുറത്തിരുന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിൽ ഏതെടുക്കണം? അല്ല ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഡോക്ടറെ ദൈവത്തെ പോലെ കരുതണമെന്ന് ഡോക്ടർമാർ വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നാട്ടുകാരങ്ങനെ കരുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആ കാലമൊക്കെ മാറി. ഇതിലിപ്പോൾ ഒരു ഡോക്ടർ ഇയാളാണ് എൻ്റെ ഡോക്ടർ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഒരു പേഷ്യൻ്റാണ് തീരുമാനിക്കുന്നത് ആരാണ് ഈ ഡോക്ടർ. ഒരു പേഷ്യൻറ്റിൻ്റെ ഡോക്ടർ ആവുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനമല്ല, ആ പേഷ്യൻ്റ് എടുക്കുന്ന തീരുമാനമാണ്. പവർഫുൾ ആയിട്ടുള്ള അയാളാണ് ശരിക്കും. അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണെങ്കിൽ അയാൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് 2 ഉത്തരം കണ്ടുപിടിച്ചിട്ട് അത് ചോദിക്കാം. ഈ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഡോക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു 50 കൊല്ലം മുമ്പേ
ഉള്ള പ്രാചീനമായ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റാഷണലായിട്ട് പറയുകയും അത് ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം, എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റണം, രോഗി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റണം. ഇതാണ് ഒരു ഡോക്ടർ. അപ്പോൾ ആ പറഞ്ഞ ടോക്ക് ഷോയിൽ എന്തുകൊണ്ട് അതൊരു വളരെ ഒരു ബേസിക് എത്തിക്സിൻ്റെ ഒരു ലംഘനമാണ് അവിടെ കണ്ടത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിതം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പം ഈ പറഞ്ഞ ചില ചികിത്സ എന്നതിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു പക്ഷേ ഒരു ഡോക്ടറോ മറ്റോ നമ്മളോട് പറയുമ്പോൾ പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ തീരുമാനിക്കാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മരണം അല്ല ജീവിതം എന്ന് പറയുന്നത് പിന്നീട് ഒരു അർത്ഥവുമില്ലാത്തതും ഒരു ക്വാളിറ്റിയും ഇല്ലാത്തതും ദുരിതപൂർണവുമായി തീരുന്ന ഒരു ജീവിതമായി നീട്ടിയെടുക്കേണ്ടതില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഇത്രത്തോളം മരണത്തെ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു സങ്കല്പമുണ്ടല്ലോ, ഈ അനായാസേന മരണം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സുഖമരണം. ഈ സുഖമരണം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സംഗതി സാധിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഫോർമുലയുണ്ടോ? എങ്ങനെ അത് നടത്തിയെടുക്കാൻ പറ്റും? അത് എന്തെങ്കിലും ഉണ്ടോ? സുഖമരണത്തിന് ഒരു സിംഗിൾ ഫോർമുല ഇല്ല. പക്ഷേ എൻ്റെ ചില ഒബ്സർവേഷൻസ് ഞാൻ പറയാം. കാരണം ഇതിൽ മരണത്തിൽ എക്സ്പേർട്ടുകളൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മരണം സുഖമരണമായിരുന്നു എന്ന് ഒരാൾ വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഒബ്സർവേഷനാണത്. നിങ്ങൾ അന്ധമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വിശ്വസിക്കുകയോ, അത് മതവിശ്വാസം ആവണമെന്നില്ല, രാഷ്ട്രീയ വിശ്വാസമാവാം, അതിനനുസരിച്ചാണ് നിങ്ങൾ ജീവിച്ചതെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും വളരെ വൃത്തിയായിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ചില പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ലിറ്ററസി എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒന്നും അതിനൊരു പ്രശ്നമേ അല്ല. വിശ്വാസം എത്രമാത്രം അന്ധമാണ് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ വിശ്വാസം ശരിയാന്ന് തോന്നിയിട്ടുണ്ടാകുമ്പോൾ അത് വൃത്തിയായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഒരു ജനറലി ജീവിതത്തിന് ഒരു ചില ഉദ്ദേശം ഫിലോസഫിയൊക്കെ ഉണ്ട് എന്നൊക്കെ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത മനുഷ്യന്മാർ കുറേ കൂടി ഭംഗിയായിട്ട് ഫേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള പിന്നെ ഈ മരണത്തെ പറ്റി കുറച്ച് നേരത്തെ ആലോചിച്ച് ചില കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ ബെറ്ററാണ്. ഇതിപ്പോൾ നമ്മൾ പറയുന്ന മരണം നേരെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പാനിക് ആവുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 2-3 കൊല്ലം മുമ്പൊക്കെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ 20 കൊല്ലം മുമ്പേ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, അതായത് നമ്മളത് ഇപ്പോൾ തുടങ്ങുവാണ്. അങ്ങനെ ഈ മരണത്തെപ്പറ്റി ആലോചന ഉണ്ടായിരുന്ന മനുഷ്യന്മാർ കുറേ കൂടി ബെറ്ററായിട്ട് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഫിസിക്കൽ സിംറ്റംസ് ബുദ്ധിമുട്ടേ ഇല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം പാലിയേറ്റീവ് മെഡിസിൻ ഇപ്പോൾ ഒരു മരണമായി സംബന്ധിച്ചുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഇല്ല മറ്റേ പഴയ മരണവേദന എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ട് വരുന്നത് ഈ മരണം സുഖപ്രദം നമ്മൾ പറയണമെങ്കിൽ വേദനയില്ലാതെ ശാരീരിക വേദന ഇല്ലാതെ മരിച്ചു, അത് പ്രധാനമാണ്. പക്ഷെ അത് മാത്രം പോരാ. ഈ മരിക്കുന്ന ആൾക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതമായിരുന്നു എന്ന് തോന്നണം, എൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്ന് തോന്നണം, ഇത് എനിക്ക് വേറെ ഗ്രഡ്ജില്ല അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ല എന്ന് തോന്നണം, അല്ലെങ്കിൽ കുറവാണെന്ന് തോന്നണം. അതിന് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതായത് അതിനുവേണ്ടിയുള്ള ഒരു മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കണം. ഇത് സംസാരിക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് എന്നുള്ളതാണ്. അവനവൻ്റെ മരണത്തെപ്പറ്റി സംസാരിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഇന്ന് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള 2 ആൾക്കാരോട് എൻ്റെ മരണം നിങ്ങളൊന്ന് ആലോചിക്കുന്നു, എൻ്റെ മരണത്തിന് മിനിമം വേണ്ടാത്തത് എന്നതാണ്. നമ്മൾ 2 ആൾക്കാർ അവരുടെ റെസ്പോൺസ് നിങ്ങൾ നോക്കുന്നു. ഇതിലൊരു അപകടമില്ലല്ലോ വേറെ. അതായത് നിങ്ങളിപ്പോൾ ഇത് ഉടനെ മരിക്കാൻ പോകുന്നതല്ല. പക്ഷേ ഈ ഒരു ചർച്ച നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള അപകടങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച പരസ്പരം ഒരു ചർച്ചയ്ക്ക് ഒന്ന് തയ്യാറാകുന്നത് നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറഞ്ഞ ഒരു അഡ്വൈസാണത്. അപ്പോൾ അതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ഫ്രൂട്ട്ഫുള്ളായ ലൈഫ് എന്നതിനെക്കുറിച്ച് ഉള്ളൊരു ബോധ്യത്തോടു കൂടി മരിക്കുക എന്നത് വളരെ പ്രധാനമാണെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഇവിടെ വെച്ച് ഒരു 10 മിനിറ്റ് എങ്ങനെ നമ്മുടെ ജീവിതം ഫ്രൂട്ട്ഫുള്ളാകാം, മരണം ഫ്രൂട്ട്ഫുള്ളാകാം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ഡോക്ടറോട് ചോദിക്കാനുള്ള ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇപ്പോൾ ഉണ്ട്. രണ്ടാളെയും അറിയാം. ആദ്യം എൻ്റെ അയൽവാസിയായിരുന്നു അദ്ദേഹം, തിരുവനന്തപുരത്ത്. ജോഷേട്ടന് മനോരമൻ്റെ അവിടെ താമസിക്കുമ്പോൾ അറിയാം. ഞങ്ങളെ ഫാദറിനോടൊക്കെ, ഈ അടുത്ത് ഫാദർ അറിയാം, കോഴിക്കോട് മുൻ MLA ആയിരുന്നു. അപ്പോൾ ഫാദറിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എവിടെ വെക്കണം, കണ്ണമ്പറമ്പിൽ വെക്കണോ അതോ നമ്മളെ മഹലിൽ വെക്കണോ? അപ്പോൾ ഫാദർ അന്ന് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് മക്കളെ കൂട്ടി ചർച്ച ചെയ്തു.
അപ്പോൾ ഓരോ കാര്യം പറയാൻ തുടങ്ങി ഒസിയത്ത്. ഇപ്പം മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിൽ ഒസിയത്തിലെ ചെയ്താൽ മരിച്ചു കഴിഞ്ഞാൽ എന്താക്കണം എന്നുള്ള ഒക്കെ ചർച്ച ചെയ്ത്. അപ്പോൾ അതിലിപ്പോൾ അതിൽ വേറെ വിഷയമല്ല, സാമ്പത്തികം അല്ലാത്ത കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് വെക്കണം എന്നുള്ള വരുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറോട് ഒരു കാര്യം. ഞാൻ അതിനിടയ്ക്ക് സുരേഷ് ഡോക്ടറെ വിളിച്ചപ്പോൾ സുരേഷ് ഡോക്ടർ ബംഗ്ലാദേശിലാണ്. ഇത് കോഴിക്കോട് നിന്നുണ്ടായ ഒരു സംഗതിയല്ലേ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സാധനം അല്ലേ? കോഴിക്കോട് നിന്നുണ്ടായി ലോകം മുഴുവൻ പോകുന്നുണ്ട്. അന്ന് 2002 തോന്നുന്നുണ്ട് ഈ ഫാദർ MLA ആയിരിക്കും, അവിടെ മമ്മൂട്ടി വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കൂടെ പോയത്. ഇപ്പം മമ്മൂട്ടീൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? മാത്രമല്ല ഇത് ലോകത്ത് ഏതൊക്കെ സ്ഥലത്ത് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സിസ്റ്റം വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ വിഷയമായിട്ട് ബന്ധമുള്ള ചോദ്യമല്ല, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള മരണത്തെ കുറിച്ച് മാത്രം ചോദിക്കണേ. അതെ, പക്ഷെ എന്നാലും ഞാൻ 2 വാക്കിൽ പറയാം. അതായത് അന്ന് 30 കൊല്ലം കൊണ്ട് ഇത് വളരെയധികം വികസിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പം ഞാൻ നേരത്തെ ജോഷോട് പറയായിരുന്നു, ഞങ്ങൾക്കിപ്പം 50 ജില്ലാനും രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഉണ്ട്. പല രാജ്യങ്ങളിലും പാലിയേറ്റീവ് കെയർ ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ മറ്റുള്ള കൺസെപ്റ്റിലും നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരുപാട് ഡെവലപ്മെൻറ്റ് കോഴിക്കോട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കൺസെപ്റ്റിന് മുകളിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ നേരത്തെ ഈ സെലിബ്രിറ്റി ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെ മമ്മൂട്ടിയൊക്കെ ഇപ്പോഴും വളരെ ഇതിനോട് അനുഭവം തന്നെയുള്ള ആൾക്കാരാണ്. പക്ഷേ ആ ലെവലിൽ നിന്ന് നമ്മൾ ജനകീയമായിട്ടുള്ളൊരു ലെവലിലേക്ക് ഇത് പോയിട്ടുണ്ട്, മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ പറയുമ്പോഴും ഒക്കെ തന്നെ ഈ ഒരു ഏരിയ വീക്കാണ്. ഈ മരണം ആ ഏരിയയിൽ ഈ പറയുന്ന മരണത്തെ പറ്റിയുള്ള ചർച്ചകൾ നമ്മൾ അന്ന് തുടങ്ങേണ്ടിയിരുന്നതായിരുന്നു. ഇപ്പം ഈ നേരത്തെ പറഞ്ഞില്ലേ മരിക്കാറായ ആളുടെ ചില ദുഃഖങ്ങൾ, അതുപോലെ എൻ്റെ ഒരു ദുഃഖം അന്ന് തുടങ്ങേണ്ടിയിരുന്നതായിരുന്നു, ഇത്ര ലേറ്റായി പോയി എന്നുള്ളൊരു ദുഃഖമുണ്ട്. പക്ഷേ ഇത് ഈ ഏരിയ നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ടി വരും ഫ്രഷായിട്ട്. ഹലോ സർ, ഞാനൊരു ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോൾ കാണാറുണ്ട്, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ യങ്സ്റ്റേഴ്സ് ഡിപ്രസ്ഡ് ആകുമ്പോൾ ദേ ചൂസ് വെൻ ടു ഡൈ ത്രൂ യൂത്തനേഷ്യ ഒക്കെ ലീഗലൈസ് ചെയ്തിട്ട് ദേ ക്യാൻ ചൂസ്. സോ എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ക്യാൻ പീപ്പിൾ ചൂസ് വെൻ ടു ഡൈ? കുറേയും കൂടി അവിടെ സഫറിങ് അവർക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? ഇതിൽ രണ്ട് മൂന്ന് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെങ്ങനെ മരിക്കണമെന്ന് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ലീഗലായിട്ടുള്ളൊരു കമ്പണൻ്റ് ഉണ്ട്, സോഷ്യലായിട്ടുള്ളൊരു കമ്പണൻ്റ് ഉണ്ട്, ആചാരങ്ങളുണ്ട്, നാട്ടു നടപ്പുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു കോംപ്ലക്സ് സിസ്റ്റമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ യൂത്തനേഷ്യ ഇല്ല, യൂത്തനേഷ്യ ഇല്ലീഗലാണ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ യൂത്തനേഷ്യ അക്സെപ്റ്റബിൾ അല്ല, അത് ലീഗലല്ല എന്നുള്ള സാധനം. പക്ഷേ ഇത് അതിനകത്ത് അത്ര പോകുന്നതിന് മുമ്പേ അല്ലാതെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞത്. പീസ്ഫുൾ ആവുന്ന യൂത്തനേഷ്യയുടെ ഒരു ആർഗ്യുമെൻ്റ്, എനിക്ക് ഈ ജീവിതം മതിയായി, അതുകൊണ്ട് എനിക്കിത് അവസാനിപ്പിക്കണം. അത് വെറുതെ ഒരു പ്ലീ അല്ല, ഒരു അപ്പീൽ മാത്രമല്ല, അതൊരു അലിഗേഷനാണ്. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി, അതുകൊണ്ട് എനിക്ക് മരിക്കണം. അപ്പോൾ അതിനോട് നമ്മൾ സൊസൈറ്റി അത് ശരിയാണല്ലോ, ഇയാൾ പാവം. അവിടെ പറഞ്ഞു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ യൂത്തനേഷ്യ ആഗ്രഹിച്ചാൽ അത് കൊടുക്കണമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അതിനെന്താ പരിഹാരം? ഇല്ല, അതിന് പ്രിക്കോഷൻസ് ഉണ്ട്. യൂത്തനേഷ്യ ഉള്ള സിസ്റ്റംസിൽ ഇതിനൊരു സ്ക്രീനിങ് ഉണ്ട്. ഈ മാരകമായ രോഗങ്ങളൊക്കെ ആയിട്ട് ഡിപ്രഷനൊന്നും ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ അത് അപ്പീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിന് വേറൊരു ചോദ്യമുണ്ട്. ഈ പറയുന്നത് ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്നത് യൂത്തനേഷ്യ അല്ല, ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നതിന് ഇതൊന്നും തടസ്സമല്ല. പക്ഷേ അതാണ് ഒരു പ്രശ്നം. നമ്മൾ യൂത്തനേഷ്യക്കൊക്കെ എതിരായി പറഞ്ഞാലും ഇപ്പോൾ ഞാൻ നേരത്തെ സൂയിസൈഡിന് നിയമപരം അത് ബാധിക്കുന്നില്ല. ഒരാൾ തീരുമാനിക്കുന്ന എനിക്കിത് മതിയായി. അപ്പോൾ അതിനുള്ള ചില പ്രിക്കോഷൻസും സാധനങ്ങളുണ്ട്. പക്ഷേ യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കൊടുക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ തന്നെ വളരെ പവർഫുള്ളും മിസ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഞങ്ങൾക്ക് അതിനെതിരെയുള്ള ആർഗ്യുമെൻറ്റ് പ്രധാനമായിട്ട് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ കൊല്ലാനുള്ളൊരു അവകാശം ഡോക്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷേ ഹിസ്റ്ററി അങ്ങനെയാണ്. നമ്മൾ ഈ കാണുന്ന കറപ്ഷനും മിസ്യൂസും മിസ്മാനേജ്മെൻറ്റും ഒക്കെ വെച്ചിട്ട് വിശ്വസിച്ചിട്ട് ഇത്തരം ഒരു ടാസ്ക് ഏൽപ്പിക്കാവുന്ന ഒരു സിസ്റ്റം അല്ല നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പോൾ അത് യൂത്തനേഷ്യയിൽ കാര്യമില്ല. പക്ഷേ ഇത് ഈ യങ്സ്റ്റേഴ്സിനിടയിലെ ഡിപ്രഷൻ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ ആണ്. അതിനുള്ള സൊല്യൂഷൻ സൂയിസൈഡ് അല്ല, അത് അവരുടനെ മരിക്കുന്നതിനെ കുറിച്ച് അല്ല ആലോചിക്കേണ്ടത്. അതെ ഒരു സംശയമാണ്. നമ്മൾ മരണം കഴിഞ്ഞ ശേഷം നമ്മളൊരു വസിയത്ത്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു
ചുവന്ന കൊടി പുതപ്പിച്ച് മരിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ മക്കൾ ഒരിക്കലും ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ സമൂഹം അംഗീകരിക്കില്ല. നമ്മളൊരു ഒസ്യത്ത് എഴുതുന്ന പോലെ, നമ്മൾ സ്വത്ത് ഒസ്യത്ത് എഴുതുന്ന പോലെ നമുക്കിത് എഴുതി വെച്ചാൽ ഒരു ലീഗലി ഒരു ഉറപ്പ് കിട്ടാൻ. സഖാവ് എം ലോറൻസിൻ്റെ ആ മരണത്തിൽ ബന്ധപ്പെട്ട് 2 മക്കൾ 2 രീതിയിൽ അവസാനം കോടതിയിലൊക്കെ കുറേ ദിവസങ്ങൾ മോർച്ചറിലൊക്കെ വെച്ച് ബോഡി വെക്കുകയാണ്. എന്നിട്ട് ഒരു നിയമം എന്നുള്ള രീതിയിൽ അയാൾ മരണം എങ്ങനെ വേണമെന്നുള്ളത് അയാൾ വ്യക്തിയുടെ അവകാശമാണെന്നും അയാൾക്ക് ഒസ്യത്ത് എഴുതി വെച്ച് അത് നിയമപരമായിട്ട് പ്രാബല്യത്തിലാക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. ഇത് ഈ ലിവിങ് വില്ലിനെ പറ്റിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ കൊല്ലം ഒരു ഫൈനൽ വിധി പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഡൈയിങ് വിത്ത് ഡിഗ്നിറ്റി റൈറ്റാണ്, അന്തസ്സോടെ മരിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യർക്ക്. നേരത്തെ ഭരണഘടനയിൽ ഇത് അവകാശം ഇല്ല എന്നാണ് ഒരു സിംഗിൾ ബെഞ്ച് പണ്ട് കാഡ്ജു ഒരു പ്രോഗ്രസീവായിട്ടുള്ള ജഡ്ജാണെന്നാണ് പറയുക. പക്ഷേ ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. അതിനെ ഓവർ റൂൾ ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചു. എന്നിട്ട് അതിൽ ഈ ലിവിങ് വിൽ എന്ന് പറയുന്ന ഒരു സാധനം അതിൽ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾക്ക് നേരത്തെ എഴുതി വെക്കാം, അതിനൊരാളെ ചുമതലപ്പെടുത്താം. പക്ഷേ അതിന് ശേഷം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെത്ത് സിസ്റ്റം വരുന്നു പ്ലേയിൽ. അതായത് സുപ്രീം കോടതിയുടെ വിധിയിൽ അതിൻ്റെ 2ാമത്തെ ഭാഗം ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള ഭാഗം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. അതായത് ഇത് പറയുന്നത് നിങ്ങളിത് എഴുതുന്നു, നിങ്ങളിത് ലോക്കൽ ഗവൺമെൻറ് പഞ്ചായത്തിലോ മറ്റോ രജിസ്റ്റർ ചെയ്യുന്നു, അതവിടെ നിൽക്കുന്നു. നിങ്ങൾ മരിക്കാറായാൽ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തുന്നു. അയാൾ അത് കൊണ്ടുപോയി ചെയ്യുന്നു. പിന്നെയുള്ള സ്റ്റെപ്പ് സുപ്രീം കോടതി പറയുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഈ ഡോക്ടർ ഉടനെ ആസ്പത്രി അധികൃതരെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു 3 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ കമ്മിറ്റി ഉണ്ടാക്കണം. ഈ 3 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ കമ്മിറ്റി ഇതിൽ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തീരുമാനിക്കണം. അപ്പോഴും നടപ്പാക്കാൻ പറ്റില്ല. ഇത് തീരുമാനം വന്നാൽ ഹോസ്പിറ്റലിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ കോൺടാക്ട് ചെയ്തിട്ട് ആസ്പത്രിക്ക് പുറത്തുള്ള ഒരു 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി ഇത് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചുകൊണ്ട് ഇത് ചെയ്യാം. ഇനി ഈ പ്രോസസ്സിൽ എപ്പോഴും 7 ഡോക്ടർമാർ ഇൻവോൾവ് ആണ്. നിങ്ങൾ ആദ്യം കൊണ്ടുകൊടുക്കുന്ന ഡോക്ടർ, പിന്നെയുള്ള 3 അംഗ കമ്മിറ്റി, പിന്നെ പുറത്തുള്ള 3 കമ്മിറ്റി. 7 ഡോക്ടർമാരിൽ ആരെങ്കിലും ഒബ്ജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വല്ല കൊട്ടിഘോഷിച്ചിട്ട് ലിവിങ് വിൽ എന്ന് പറഞ്ഞാൽ ലിവിങ് വില്ലിൻ്റെ ഒരു ഗുണമുള്ളത് ലിവിങ് വില്ലിൻ്റെ എക്സ്ക്യൂസിൽ നിങ്ങൾക്ക് ബന്ധുക്കളോട് സംസാരിക്കാം. അതുകൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാവില്ല. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ ലീഗലി ബാധ്യസ്ഥനാണ്. ഇത് ഈ കടലാസ് കൈ കെട്ടി കഴിഞ്ഞാൽ അയാൾ ഉടനെ ലീഗലി ബൗണ്ടാണ്. അയാൾ കമ്മിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ള ആൾ. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് പക്ഷേ ആ ലിവിങ് വില്ലിൻ്റെ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു കടലാസിൽ എഴുതി വെക്കുന്നു എന്നുള്ളത്, ആ എഴുതി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. നിങ്ങളുടെ കടലാസ് എഴുതി വെക്കുന്നു, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ കാണിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതാണ് ഒരേ ഒരു ഗ്യാരണ്ടി. അപ്പോൾ അങ്ങനെ ഈ ലിവിങ് വില്ല് എന്ന് പറയുന്ന സാധനം നടത്തിയെടുക്കാൻ ഒരു പ്രയാസം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇല്ല, മാത്രമല്ല അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ റിവൈസ്ഡ് വേർഡിക്റ്റും ആയതുകൊണ്ട് ഇനി അത് തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ചോദ്യമുണ്ടോ? ഹലോ മരണത്തെക്കുറിച്ച് ഡോക്ടർ ഇവിടെ പറഞ്ഞു, മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് മരണം നിസ്സമയം ആഗതമാകൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. മരണത്തിനെ കണ്ടുകൊണ്ട് മാത്രം ഒന്നും അല്ലല്ലോ ഉത്തരവാദിത്വം നടത്തുന്നത്. അപ്പോൾ ഈ മരണം എന്നുള്ള ഈ കോൺസെപ്റ്റ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ജീവിക്കൂ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, നമ്മൾ അറ്റ് പ്രസൻറ്റ് ഇപ്പോഴും മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ഇത് വരാനുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ നമുക്കില്ല. എപ്പോഴും മരിക്കുന്നു എന്നുമില്ല. ഇപ്പം കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഈ അറ്റ് പ്രസൻറ്റിൽ കിട്ടുന്ന സന്തോഷങ്ങൾ അനുഭവിക്കുക, അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ പറയാം ഡെത്ത് കഫേ ഒക്കെ മരണത്തിനെ പറ്റിയുള്ള ആലോചനകൾ എപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ വിലയെ പറ്റിയുള്ള ആലോചനകളിലേക്കാണ് നമ്മൾ എത്തിക്കുക. അതായത് എൻ്റെ ജീവിതം ഫൈനൈറ്റാണ്, എൻ്റെ ജീവിതം ഒരു കാലം വരെ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നത് കുറേ കൂടി നല്ല രീതിയിലാണ്. നമ്മൾ ഈ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു. ഇത് ഡെത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻ എപ്പോഴും തന്നെ നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ആലോചനകളിലേക്കാണ് നമ്മളെത്തുന്നത്. ഈ ആലോചന ഉണ്ടായില്ലെങ്കിൽ നമ്മളിത് നമ്മുടെ കയ്യിലുള്ള സാധനം അനന്തമാണെന്നും
ഇത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ അവസാനം വരെ ഇത് കൊണ്ടുവരുന്ന അവസാനമാകുമ്പോൾ നമുക്ക് ഇതാണ് പ്രശ്നം വരുന്നത്. അതായത് ഡെത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, ഡെത്തിനെ പറ്റി ആലോചിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ജീവിതത്തിൻ്റെ വിലയെപ്പറ്റി നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും. എനിക്ക് ഇത് ഞാനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഓടുന്നു, സിനിമക്ക് പോകുന്നു, ഹോർത്തോസിന് വരുന്നു, പക്ഷേ ഇത് കാലാകാലം എനിക്ക് ചെയ്യാൻ പറ്റില്ല നല്ലൊരു ആലോചന നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഓക്കെ, നമുക്കിനി ചെയ്യാൻ ബാക്കി. കുറേ കാലം മുമ്പേ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വോളണ്ടിയേഴ്സ് ഇവിടെ ഫോക്കസ് മോളിലൊരു ഡിസ്പ്ലേ വെച്ചിരുന്നു. അതായത് ബിഫോർ ഐ ഡൈ ഐ വാണ്ട് ടു എന്ന് എഴുതിയിട്ട് ആൾക്കാരോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ചെയ്യുകയോ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് എഴുതുമ്പോഴാണ് നമുക്കൊരു ആലോചന വരിക, ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷേ ഞാനിത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിസ്ഡം ഓഫ് ഡെത്ത്, ആൾക്കാർ പ്രധാനം പറയുന്നൊരു സാധനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു, ഇതായിരുന്നു അത്. ഞാൻ നാളെ ആവാം എന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പ്ലാനിങ് ഉണ്ടാവുന്നതും ഇതിൻ്റെ ഒരു വാല്യൂ അറിയാൻ വേണ്ടിയാണ്. ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇത് നമ്മൾ അനന്തമാണ്, ഇതിനൊരു വിലയില്ല. നമുക്ക് ലൈഫിൻ്റെ ഒരു വില വരുന്നത് ഇത് തീരാൻ പോവാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വില വരുന്നത്. നാളെ ആയിരിക്കില്ല തീരാൻ പോകുന്നത്, മറ്റന്നാളായിരിക്കില്ല. പക്ഷേ അതാണ് അതിൻ്റെ മുകളിലുള്ള ഒരു സാധനം. മരണത്തെ പറ്റിയുള്ള ആലോചന ഒരു കാലത്തും നെഗറ്റീവ് ആവില്ല. മരണത്തെ പറ്റിയുള്ള ആലോചന, അവനവൻ്റെ മരണത്തെപ്പറ്റിയുള്ള ആലോചന ഇതിനെ എപ്പോഴും പോസിറ്റീവേ ആവുള്ളൂ. ലിമിറ്റഡ് ടൈമുള്ളൂ. നമുക്കിതാണ്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കാണുന്നു, അതാണ് അതിന് മുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും മരിക്കില്ല എന്ന വിചാരത്തോടു കൂടി നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇടുക. നാളെ തന്നെ മരിച്ചു പോകാനൊരു സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് അതെല്ലാം വളരെ വേഗം നടപ്പിലാക്കുക. അങ്ങനെ വളരെ ക്വാളിറ്റി ഉള്ളതായിട്ടും അർത്ഥപൂർണമാക്കുക നമ്മുടെ ജീവിതം എന്നുള്ളതാണ് ഡോക്ടറെ അവസാനം പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ. ഞാൻ മറ്റേത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് മരണത്തെ പറ്റി ഒന്ന് ആരോടെങ്കിലും സംസാരിക്കണം. വീട്ടിൽ പോയിട്ടോ വഴിയിൽ വെച്ചോ ആരോടെങ്കിലും ഒരാളോട് ഞാൻ മരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഞാൻ മരിക്കുമ്പോൾ ഇത് വേണ്ട, ഒരു ഐറ്റം പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും നമ്മളിവിടെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വളരെ സുഖകരമായ അർത്ഥപൂർണമായ ജീവിതം ആശംസിക്കുന്നു, സുഖകരമായ മരണവും ആശംസിക്കുന്നു. താങ്ക് യു.